ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ പൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. കൂക്കാലിലോട്ടാണ് നമ്മളുടെ യാത്ര. കൊടൈക്കനാൽ കഴിഞ്ഞു. നല്ല രീതിയിൽ ട്രാഫിക്കും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല രീതിക്ക് മഴയും ഉണ്ടായിരുന്നു. മഴ കാരണം അതിൻ്റെ ഓഡിയോ കുറച്ച് മോശമായതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ ഓഡിയോ ടേക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ കൂക്കാലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂക്കാലിൻ്റെ അവിടേക്കുള്ള വഴിയിലോട്ട് എൻട്രൻസ് ഇതാണ് കേട്ടോ വഴി. നല്ല പോണ വഴിയെല്ലാം അടിപൊളിയാണ്. വലിയ കട്ടർ കാര്യങ്ങളൊന്നുമില്ല. നല്ല രസത്തിൽ ഓടിച്ചിട്ട് കാട്ടിന് നടുവിലൂടെ രസത്തിൽ ഓടിച്ചുകൊണ്ട് പോവുക. അത്രയ്ക്കും നല്ല രസമുണ്ട്. ചെറുതായിട്ട് മഴ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പച്ചപ്പുണ്ട്, പിന്നെ ചുറ്റും കരിനൊക്കെ കിടപ്പുണ്ട്. അതെന്താണെന്ന് ചിലപ്പോൾ ഈ വേനൽ സമയത്ത് കരിനായിരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ കൂടെ ഓടിക്കാൻ. ഏതൊരു റൈഡറായാലും ഇല്ല ബൈക്കിൽ യാത്ര ചെയ്യണവരായാലും ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് സ്പെഷ്യലായിട്ട് വരാൻ നോക്കുക. കാരണം അത്രയ്ക്ക് എനിക്ക് ഈ ജീവിതത്തിൽ പോയാൽ ഏറ്റവും മികച്ചൊരു റൈഡ് എന്ന് തന്നെ പറയാത്. അത്രയ്ക്ക് രസമുണ്ട്. പിന്നെ ആരെങ്കിലും ബൈക്ക് റൈഡൊക്കെ പോണവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ കൊടൈക്കനാലിലുള്ള കൂക്കാൽ. കൊടൈക്കനാലിൽ നിന്നും നല്ല ദൂരമുണ്ട്. എത്രയോ 40 കിലോമീറ്റർ എന്തോ സംതിങ് ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ അത്രയ്ക്കും റൈഡ് ചെയ്ത് തോന്നുന്നുണ്ട്. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് റൈഡ് ചെയ്ത് വന്ന സ്ഥലം പറയുമ്പോൾ കിടു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാനും. പിന്നെ നല്ല പറയാലോ, മഴയത്ത് ഓടിക്കാനുള്ള സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ കൂക്കാൽ കണ്ടത് എൻ്റെ പൊന്നു മക്കളെ, നല്ലൊരു സ്ഥലം തന്നെ. നല്ല പച്ചപ്പും ശരിക്കും നിങ്ങൾക്കൊരു വിഷ്വൽ ബ്യൂട്ടിനെ ഒന്ന് കാണിച്ചു തരാട്ടോ. എൻ്റെ പൊന്നിടായത് നോക്കിക്കോ, എന്നാണ് ഒരു ചാട്ടിൽ മഴ ഉണ്ടോ. അത് ബൈക്ക് ഇങ്ങനെ വെച്ചിട്ട് അയ്യാളെ ബാക്കിലേക്ക് വരുമ്പോൾ വളപ്പിച്ചൊക്കെയല്ലേ, വളമല്ല. എങ്ങനെയുണ്ട് മോൻ? ആസാനെ ഇനിയും പോവല്ലേ, നിക്ക്. നിങ്ങളെ കാത്തിട്ട് അവിടെ നിക്കണ്. സ്ഥലം കിട്ടൂ. കടുവല്ല, സ്ഥലം കിട്ടൂന്ന്. ഞാൻ നീ വരുന്നതിന് അവിടെയൊക്കെ ഇറക്കി ഫോട്ടോ എടുത്ത്. നിങ്ങൾ എവിടെയാ പോയേ? അയ്യോ, സ്ഥലത്തിടാനില്ല. അപ്പോൾ ഈ രണ്ട് പന്നികളെ കാത്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇത് രണ്ടുപേര് കൂകല കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പൊക്കിക്കോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കേട്ടോ, അതായത് കൂക്കലിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പോകേണ്ടത്. കൂക്കൽ ബ്ലിസ്. ഈ ഓട് കറിയോ? ഓടുപുര. കടക്കാൻ പറ്റുമോ? എവിടെ സ്റ്റാർട്ട് ചെയ്തോ?
ഈ വണ്ടിന്റെ ഫോട്ടോ എടുത്തിട്ടാ വെച്ചേക്കണതാ. 6 മനുഷ്യർ. പൊട്ടിപ്പോയല്ലോ. എടാ നീ ചവിട്ടേക്കാൻ കല്ല് വെച്ചെടുക്കടാ. തട്ടട്ടെ. അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം, ചുറ്റും മലയാണ്, പിന്നെ അതോടൊപ്പം നല്ല രീതിയിൽ കോടുണ്ട്. പറ്റിയൊരു ക്ലൈമറ്റ് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ, അതായത് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ മുന്നിലത്തെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടുന്നത്. സംഭവം കിട്ടു പറയുമ്പോൾ കിട്ടു. എനിക്കൊരു ഫോട്ടോ സ്റ്റാൻഡാ. മോണം മാറില്ലടാ. അവരൊന്നോ ഇവിടെ ഒരു കടയുണ്ടാ. പോവാല്ലേ? നീ ചുമ്മാ ഇതൊന്നും എടുക്ക, ഒരു വീഡിയോ എടുക്ക. ഇങ്ങനെ
ഹൈ ഗൈസ്, കൂക്കാലിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇനി കൊടൈക്കനാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൂക്കാൽ റിസോർട്ടിനൊരു സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചത്. അടിപൊളി വ്യൂ ആട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഒന്നില്ലേ, നമ്മൾ ഈ കിടക്കണവിടുന്ന് ഡോറ് തുറന്നാൽ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ള് മലയാണ്, ഫുള്ള് കോട വന്നിട്ട് നമ്മൾ തന്നെ ഈ ഡോറൊക്കെ തുറന്നിടത്തില്ല. അപ്പോൾ കോട നമ്മുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് വരിക. നല്ല രസമുണ്ടായിരുന്നു. 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ഞങ്ങൾ 6 പേര് സ്റ്റേ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം സെറ്റായിരുന്നു. ഇതാണ് അങ്ങോട്ടേക്ക് പോണ വഴി. കൃഷി സ്ഥലത്തിലേക്ക്, കൃഷിയില്ല, ഞാൻ പോകാറുണ്ട്. ഓരോ അടുക്കടുക്കായിട്ട് നോക്കിയില്ല. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർ മസ്റ്റായിട്ട് ഫുഡ് ഒന്നില്ല റെഡിയാക്കാനുള്ള സൗകര്യം നോക്കുക, ഇല്ല പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവരിക. ഇവിടുത്തെ ഫുഡ് അധികം നന്നായിട്ടുണ്ട്. നല്ലതൊരു അധികം ഉള്ളിലോട്ടായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അത്രയ്ക്കുള്ള നീറ്റ്നെസ്സും അത്രയ്ക്കുള്ളതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വലിയ എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊന്നും സ്ഥലമൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ കടയാണ്, അധികം വൃത്തിയൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. അപ്പോൾ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്ടപ്പെടണില്ല പറഞ്ഞാൽ നിങ്ങളായിട്ട് സ്വന്തം റിസ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മാലിന്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഫുഡ് മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയി അപ്പുറത്തൊരു ഗ്രാമത്തിന് പോയി ഇറച്ചി പോയി കൊണ്ടുവന്ന് പിന്നെയാണ് ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് കഴിച്ചത്. പിന്നെ ഇവിടെ നിന്ന് ഓരോ സ്പോട്ടും നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അതായത് വരണ വഴിയിലായാലും നമ്മൾ താമസിച്ച സ്ഥലമായാലും, നമ്മൾ കൂക്കാലിൻ്റെ അടുത്ത് തന്നെ വേറൊരു മലയുണ്ട്, അവിടെ ആയാലും നല്ല അടിപൊളി സ്പോട്ട് കാര്യങ്ങളാണ്. എല്ലാം നല്ല രസമാണ്. അപ്പോൾ അന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വെറുത്തായിരിക്കും. നമ്മൾ 1 രൂപ ചിലവാക്കിയാലും അത് 100% വെറുത്തായിരിക്കും. അത്രയ്ക്ക് അടിപൊളി തന്നെ, നല്ല സ്ഥലമാണ്. കേട്ടോ, ഏകദേശം കൊടൈക്കനാലിൽ നിന്നും 34 കിലോമീറ്റർ മാറി ഇങ്ങേറ്റത്തൊക്കെ, അതായത് ഒരു നമ്മൾ എക്സിറ്റൊക്കെ ചെയ്യില്ല ആ ഒരു വഴി നമ്മൾ കൂക്കലിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഇതിലൊരു ബ്ലോഗ് എടുക്കാൻ മനസ്സിലല്ലോ. എന്തുവാടേ വണ്ടിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് സീനായിട്ടോ. ഇനി 4-5 ടീത്ത് മാത്രമേ ഉള്ളൂ. ഇനി ചെയിൻ അഴിയാണ്ട് വഴി കിടക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. പണ്ടാരം ഫുള്ള് ടീത്തും പോയിട്ട് 4 ടീത്ത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ ഇത്രയും ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ ഇടവഴിയിൽ വെച്ച് മാറ്റേണ്ടി വരുമെന്നാണ് ഒരു പേടി. ഇതിപ്പോൾ കൊടൈക്കനാലിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡൊക്കെ കുഴപ്പമില്ല, നല്ല രീതിക്കുള്ള റോഡ് തന്നെയാണ്. കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. അതായത് വളവൊക്കെ ഉള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് വരുന്നവർ മര്യാദയ്ക്ക് ഓടിച്ചിട്ട് വരണമെന്ന് നമുക്ക് നല്ല രീതിയിൽ പേടിയാവും. ചില തിരിവൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല രീതിയിൽ പേടിയാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് നോക്കി ഓടിക്കുക. ഞാനും പയ്യെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഓപ്പോസിറ്റ് വരുന്നവർ, ഞാൻ 2-3 ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിൽസ് ഏരിയയിലൊക്കെ കുറച്ചുകൂടെ. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ 11 മണിയാകുമ്പോഴാണ് പാലക്കാട് നിന്ന് പുറപ്പെട്ടത്. 11:30 ആയി തോന്നുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടപ്പോൾ പൊള്ളാച്ചി വരെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തി. അതായത് വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് തന്നെ എത്തി. പിന്നെ പൊള്ളാച്ചി അങ്ങനെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റിൽ ആ ഒറ്റകൾ നിർത്തി.
ചെക്ക് പോസ്റ്റിൽ പോലീസ് തടുത്തിട്ട് നമ്മൾ എല്ലാ ഡോക്യുമെൻസും കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. അത് ഒരു ചെക്ക് പോസ്റ്റിലല്ല, ഇപ്പോൾ പഴനി അവിടെ കൈക്കൂലി കൊടുത്തു, പിന്നെ അതേപോലെ കൊടൈക്കനാലിൽ കയറുന്ന ഹിൽസിൻ്റെ അവിടെ കൈക്കൂലി കൊടുത്തു. ഒരു വണ്ടിക്ക് അവർ ചോദിക്കുന്നത് എല്ലാവർക്കും പാടെ ഒരു വണ്ടിക്ക് നല്ല രീതിക്ക് പൈസ ചോദിക്കുന്നുണ്ട്. 150-200 രൂപയാണ് ഒരു ചെക്ക് പോസ്റ്റിൽ ചോദിക്കുന്നത്. ഇല്ല പറഞ്ഞാൽ വല്ല ഗഞ്ചാ കേസിലെന്തെങ്കിലും ഉള്ളിലിടുന്നാണ് പറയണം. ഞങ്ങളെ പോലെ അൺടൈമിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടീൻ്റെ പേപ്പർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വയ്ക്കുക. പിന്നെ മാക്സിമം ഈ ചെക്ക് പോസ്റ്റിലൊന്നും നിർത്താണ്ട് പോവുക. കുറേ പേര് നിർത്താണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പോയാൽ മതിയായിരുന്നു, വെറുതെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവറ്റുകളുണ്ടല്ലോ, എന്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും അവർക്ക് കൈക്കൂലി കൊടുക്കും. ഗൂഗിൾ പേ പറ്റത്തില്ല അവർക്ക്. ഗൂഗിൾ പേ ചെയ്തു പറഞ്ഞാൽ അവർക്ക് പ്രൂഫ് ആവുമല്ലോ നമ്മളിങ്ങനെ. അപ്പം എൻ്റെ മേലെ പറ്റിയ എന്താ പറയുക ഒരു മണ്ടത്തരം. ഞാൻ ഈ അൺടൈമിൽ ആദ്യമായിട്ടാണ് റൈഡ് ചെയ്യണത്. നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ടാണ് പോകണം, നമ്മുടെ പുറത്തോട്ട്. അപ്പോൾ അത് കാരണം ഗോപ്രോ ഓണാക്കാൻ ഞാൻ വിട്ടുപോയി. അതാണ് നമ്മുടെ മേലെ വന്നൊരു മിസ്റ്റേക്ക്. പൈസയൊക്കെ നല്ല രീതിക്ക് കയ്യിൽ വെക്കണം, ലിക്വിഡായിട്ട് തന്നെ വെക്കണം. എന്താ അയാളുടെ ഫോണ് നോക്കിക്കേ. ഓ സാർ, എന്റെ പൊന്നിടാവേ ഒരുക്കി നിങ്ങളുടെ ഫോൺ അടിപൊളി. എന്നെ അടിയാ